ഹായ്, ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയുടെ ഒരു 10th ആനിവേഴ്സറിയാണ്. സോ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഈ സിനിമ മോശമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ കാണാതെ വിട്ടിട്ടുണ്ടാവാം അല്ലേ? ഞാനും അങ്ങൊരു സിനിമ കാണാതെ വിട്ടു. 2015 റിലീസായ ഒരു സിനിമയായിരുന്നു. 4 വർഷം ഞാനത് കണ്ടിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാസ്റ്റായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡയറക്ടർ സിനിമയായിരുന്നു. പക്ഷേ പടം മോശമായിരുന്നു, വളരെ മോശമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കാണാതെ വിട്ടു. 2019 എൻ്റെ ഒരു കൂട്ടുകാരി, കൃഷ്ണ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്, പുള്ളിക്കാരി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ സിനിമ പോയി കണ്ടു. ആൻഡ് ഞാൻ ഇന്നും ആര് ചോദിച്ചാലും സജസ്റ്റ് ചെയ്യുന്ന മൂവീസിലൊന്നാണ് തമാശ. 2015 നവംബർ 25, ഇന്നേക്ക് 10 വർഷമാണ് സിനിമയ്ക്ക്. അന്ന് ഇംതിയാസ് അലി എഴുതി സംവിധാനം ചെയ്ത് രൺബീർ കപൂറും ദീപിക പടുക്കോണും അഭിനയിച്ച ഈ സിനിമ റിലീസാവുന്നത്. AR റഹ്മാൻ്റെ അത്യുഗ്രം പാട്ടുകളാണ് നമ്മളെല്ലാവരുടെയും ശ്രദ്ധ പിടിച്ച ഒരു രീതി. മട്ടർ ഗസ്തി എന്ന സോങ് ഉണ്ടാക്കാത്ത ഓളമില്ലായിരുന്നു അന്ന് അക്കാലത്ത്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് ആർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാതെ പോയതെന്ന്. അപ്പോൾ ട്രെയിലർ ഞാൻ വീണ്ടും റീവിസിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ലവ് സ്റ്റോറി ആണെന്നൊരു ഒരു ആംഗിളിലായിരിക്കും നമ്മൾ ഈ സിനിമ കാണുന്നത്. പക്ഷേ ഇതൊരു ലവ് സ്റ്റോറി അല്ല. സത്യത്തിൽ ഈ സിനിമ ഒരു ലവ് സ്റ്റോറിയേ അല്ല. ഇതിനകത്ത് വേദും താരയും പരസ്പരം കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ പരസ്പരം കണ്ടുമുട്ടുന്നതിനെ കുറിച്ചല്ല ഈ സിനിമ പറയേണ്ടത്, അല്ലെങ്കിൽ പറയുന്നതും അങ്ങനെയല്ല. പക്ഷേ ട്രെയിലർ അങ്ങനെ എന്തോ ആയിരുന്നു നമുക്ക് തന്നൊരു ഫീലിംഗ്. പക്ഷേ ഇതൊരു ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ച് സംസാരിക്കുന്ന മൂവിയാണ്. വേദിനെ തന്നെയാണ് കണ്ടെത്താൻ നോക്കുന്നത് ഈ സിനിമയിൽ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഒരു കുഞ്ഞുനാളിൽ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹം ഉണ്ടായിരുന്നതാണല്ലേ, ഇതാവണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാട്ടുകാരൻ, അല്ലെങ്കിൽ ഡാൻസ്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്ററോ ഫുട്ബോളറോ ഡോക്ടറോ, അങ്ങനെ ഇന്നതൊക്കെ ആയിത്തീരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നതല്ലേ. പക്ഷേ ലൈഫിൽ എവിടെയൊക്കെയോ വെച്ച് സൊസൈറ്റൽ പ്രഷേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് വന്ന റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ മൂലം നമ്മൾ ആ ഒരു കരിയർ പാത്ത് അല്ലെങ്കിൽ ആ ഒരു പാഷൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഒരു ഡെസ്ക് ജോബിലോ ഒരു കോർപ്പറേറ്റ് ജോബിലോ ഒതുങ്ങി കൂടേണ്ടി വന്നിട്ടുണ്ടാവില്ലേ. അതേ ഫേസാണ്, ആ ഒരു സിറ്റുവേഷനാണ് നമ്മളുടെ രൺബീർ ഈ സിനിമയിലൂടെ കടന്നു പോകുന്നത്. ആ സമയത്ത് പുള്ളിക്ക് സ്വയമേ പുള്ളി എന്താണെന്ന് പുള്ളിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാതെ നിൽക്കുമ്പോൾ താര പുള്ളിയുടെ ലൈഫിലേക്ക് ഒരു മിറർ പോലെയാണ് ഈ സിനിമയിൽ കടന്നു വരുന്നത്. താരയാണ് രൺബീർ കാണിച്ചു കൊടുക്കുന്നത്, ഇതല്ല നിൻ്റെ യഥാർത്ഥ സെൽഫ്, യു ആർ ലിവിങ് എ ഫേക്ക് ലൈഫ് എന്ന്, ഇതാണ് നിൻ്റെ യഥാർത്ഥ സെൽഫ് എന്നും പുള്ളിക്ക് ഒരു തിരിച്ചറിവായിട്ട് പുള്ളിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതിനകത്ത് താര ചെയ്യുന്നത്. സോ ഈ സിനിമ ഇറ്റ്സ് ഓൾ അബൌട്ട് വേദ് സ്വയം കണ്ടെത്തുന്നതാണ് ഈ സിനിമ. ഐഡൻറ്റിറ്റി ക്രൈസിസിലൂടെ കടന്നു പോകുന്നൊരു മനുഷ്യൻ അവസാനമായി അത് ഓവർകം ചെയ്ത് പുള്ളി എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് ഈ സിനിമ. ഞാൻ എല്ലാവർക്കും ഈ സിനിമ സജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ഇത് നമ്മൾ പലരുടെയും ഒരു സിമ്പിളാണ് ഈ സിനിമ. കാരണം ഈ സിനിമ വളരെ ബ്രൂട്ടലി ഓണസ്റ്റ് ആയ ഒരു ഡെപ്പിക്ഷനാണ്. നമ്മളൊക്കെ നമ്മുടെ ഡെസ്ക് ജോബിൽ സ്റ്റക്കായി പോകുന്നതിനെക്കുറിച്ചും, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ വിട്ടിട്ട് നമ്മൾ വേറൊരു ലൈഫ് ജീവിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ബ്രൂട്ടലായൊരു ഡെപ്പിക്ഷനാണെന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണിത്. നിങ്ങൾ പണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളും ഈ സിനിമ ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഒന്ന് കണ്ടു നോക്കൂ. ഐ ക്യാൻ ഗ്യാരൻറ്റി യു നിങ്ങൾക്കും ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കും. ഈ സിനിമ കണ്ടവരിൽ എനിക്ക് ഉറപ്പാണ്, ഈ സിനിമ കണ്ടവർ 2 തരം ആൾക്കാരുണ്ടാവും കണ്ടവരിൽ. ഒന്ന്, ഈ സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരും, 2, ഈ സിനിമ ഒട്ടും ഇഷ്ടപ്പെടാത്തവരും. കാരണം ദാറ്റ്സ് ഇറ്റ്. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയും അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഡൗൺഫോളും. ഇതിനൊരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ നിങ്ങൾ തമാശ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിരുന്നോ എന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാണോ എന്നും. ആൻഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമ ഇതുപോലെ എല്ലാവരും മോശമാണെന്ന് പറഞ്ഞിട്ട് കാണാതിരുന്നിട്ട് ഒടുവിൽ ആരെങ്കിലും ഒരാൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ.